देश के दुश्मनों ने भारत की आत्मा पर हमला करने का दुस्साहस किया है। मैं बहुत स्पष्ट शब्दों में कहना चाहता हूं, जिन्होंने ये हमला किया है, उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി ഒരു ശങ്കയുമില്ലാതെ ശക്തമായ ഭാഷയിൽ, ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നരേന്ദ്രമോദി ഇത്രയും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം അങ്ങനെ വീണ്ടും സംസാരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. सजा मिलकर के रहेगी। अब आतंकियों की बची खुची जमीन को भी मिट्टी में मिलाने का समय आ गया है। ഇംഗ്ലീഷ് ഭാഷയിലും അതിനുശേഷം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. From the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. ലോകത്തോട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഭൂമിയുടെ ഏതറ്റം വരെയും ഞങ്ങൾ അവരെ പിന്തുടരും. ഇന്ത്യയുടെ ആത്മാവ് തീവ്രവാദത്താൽ ഒരിക്കലും തകർക്കപ്പെടില്ല. തീവ്രവാദം ശിക്ഷിക്കപ്പെടാതെ പോകില്ല. നീതി ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. മുഴുവൻ രാഷ്ട്രവും ഈ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ലോകത്തിന് നൽകുന്ന സന്ദേശമായിട്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യങ്ങൾക്കും അവിടെയുള്ള ജനങ്ങൾക്കും അദ്ദേഹം നന്ദിയും പറയുകയുണ്ടായി. കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ദുഃഖവും രോഷവുമാണ്. ഈ ആക്രമണം നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ മാത്രമല്ല നടന്നത്. രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. ആക്രമണം നടത്തിയ ഭീകരർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടി നൽകും. 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യം ഭീകരതയുടെ യജമാനന്മാരുടെ നട്ടെല്ലൊടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ശക്തമായി തന്നെ ഇനി അങ്ങോട്ട് ഭീകരവാദത്തെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഭീകരവാദികളെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ യുവാക്കളെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഘങ്ങൾ, ഒപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും ചാര സംഘടനകളും, ഇവരെ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉന്നമിട്ടിരിക്കുന്നത്.